എന്താണ് ചിരിക്കണ്? ചൂടെടുക്കേ അവിടെ വീശിക്കോളി ഇരുന്നിട്ട്. ഇത് മത്തൻ. ഓ സുകന്യെ ഏട്ടൻ മത്തൻ കൊണ്ടുവന്നു. മത്തൻ എലിശ്ശേരിയാണ്. തണ്ണിമത്തൻ. ഓ എന്തോ ഏട്ടന്ന് മുറിക്കുമ്പോ തിന്നേ. ഓ തിന്നാൻ തന്നെയാണ് കൊണ്ടുവരണേ. കത്തി എവിടെ? കത്തി സുകന്യ ഈ കത്തി കണ്ടോ? വെറുതെ തിന്നണ്ടേ? എന്തേ? എപ്പോഴും വെറുതെ തിന്നെ. റസല്ലേ? പിന്നെ എന്താണ് രസം? അതാണ് രസം അല്ലേ? കത്തി കൊണ്ടുവന്നു. മാറിക്ക്. എന്താണ് വേറെന്തെങ്കിലും ഉണ്ടാക്കിയേ? എന്തുണ്ടാക്കണ്ടേ? ശരിയായിട്ട് എന്താ ഉണ്ടാക്കണ്ട് പറഞ്ഞിട്ട് മുറിക്കാം. എന്താ ഉണ്ടാക്കണ്ട്? ജ്യൂസോ? ഇനിയ ചെലവില് ഒരു അടിപൊളി ജ്യൂസ്. അടിപൊളി ജ്യൂസ് കേട്ടോ. അടിപൊളി ജ്യൂസാണ്. നമ്മുടെ വേനൽക്കാലായ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വേനൽക്കാലാണ്. ഇനി നോമ്പ് വരെ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ക്ഷീണവും ദാഹം ഒക്കെ മാറ്റാൻ ഒരു അടിപൊളി കുറഞ്ഞ ചെലവില് നല്ല അടിപൊളി ജ്യൂസ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി എന്തായാലും നോമ്പ് ഇപ്പൊ തന്നെ എന്തോ ഒരു ചൂടാലേ. ഇനി നമ്മുടെ നോമ്പ് കാലം വരികയാണ് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ. അപ്പൊ അവർക്കൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്ക് കഴിയുമ്പോ എന്തായാലും അവര് നാരങ്ങ വെള്ളം, വത്തക്ക വെള്ളം എന്നൊക്കെ പറയില്ലേ. ചിലവര് വത്തക്ക പറയും. തണ്ണിമത്തെന്ന് പറയട്ടോ. ഞങ്ങൾ ഇവിടെ തണ്ണിമത്തൻ എന്ന് പറയും. അപ്പൊ വേനൽക്കാലത്ത് ഇഷ്ടം പോലെ കിട്ടുന്ന കാര്യങ്ങളാണല്ലേ ഈ തണ്ണിമത്തൻ. അപ്പൊ നമ്മള് തണ്ണിമത്തൻ കൊണ്ട് അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഒരു ജ്യൂസാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ അല്ല നിങ്ങള് തീരുമാനാക്കുന്നത്? മുറിക്കാൻ സമ്മതിച്ചാലേ മുറിക്കാൻ പറ്റൂ. മുറിക്കട്ടെ? ഹാപ്പി ബർത്ത്ഡേ. എന്താ ഹാപ്പി ബർത്ത്ഡേ പകരോ? പാത്രോ? ഇതിങ്ങനെയാണ് ഇതിന്റെ മുറിക്ക. അതെ നോക്കിയൊക്കെ തണ്ണിമത്തനൊക്കെ ആകുമ്പോ അതാണ് ഗുണം. എന്താണ് ഒക്കെ നാല് പുറത്ത് ഒട്ടി നിൽക്കുമ്പോ വന്നിട്ട് തണ്ണിമത്തൻ നോക്കിയാലോന്ന്. ഓ അപ്പോ തിന്നുമ്പോഴെങ്കിലും ഓർമ്മ വരില്ല ഇതൊക്കെ നടാൻ പറ്റില്ലാന്നല്ലേ. കുരു കൊണ്ട് പറ്റുമോ? ഇവിടെ ഉണ്ടാവും. ഗംഭീര ഔട്ട് ഗോയിങ് ആണ് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയ ബൂരി ചായ ഞാനൊക്കെ നേരത്തെ കുടിച്ചു. അതിലുണ്ട് കുട്ടികളെ ഓരോ ഇഷ്ടം. എടുത്തോളി മക്കളെ. അതൊന്നും എടുക്കണ്ട, ഞാൻ തരാം. നിർത്താതെ ഈ വെള്ളം എടുത്തോളൂ എല്ലാരും കൂടെ. ഇവിടെ പപ്പൂന് എന്ത് ഇഷ്ടാന്നറിയോ? തണ്ണിമത്തൻ പ്രാന്തനാണ് അവൻ. ഇതിക്ക് വേറെ എന്തെങ്കിലും കൂട്ടണോ? ഇതിക്കൊക്കെ കൂട്ടാനുള്ളതൊക്കെ പറയാ. ഒരു ഇത് കയ്യില് തരാം. സുകന്യെ ഇതെന്താ തീറ്റ മത്സരമാണോ? അവള് തിന്നിട്ട് എന്താ ഞങ്ങളൊരു കഷ്ണം എടുത്തപ്പോ എന്താന്നറിയോ? ഇക്കടന്നിട്ട് കിച്ചൂട്ടനെ എന്താ കാണാത്തതെന്നറിയോ? കിച്ചൂട്ടൻ നല്ല പഠിത്തത്തിലാട്ടോ. പരീക്ഷ പാവം പഠിച്ച് അവരേര് പഠിക്കട്ടെ. ഇവിടെ തണ്ണിമത്തം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പരീക്ഷ സതിയേട്ടൻ ചെയ്യും, എന്താ ഏട്ടൻ ചെയ്യും. ഇവർക്കൊക്കെ ഭയങ്കര എവിടെ ഫോണ് എന്താ ഫോണിലാണ് ഓൺലൈൻ ക്ലാസ്. അമ്മ അങ്ങോട്ട് മാറി ഇരുന്നോളൂ എല്ലാരും പാടെ. അങ്ങോട്ട് മാറി ഇരുന്നോളൂ. ഞാൻ അവിടെ ഇരിക്കുന്നു. എന്താ ഒരു സ്നേഹം. ഇതിനുള്ള കൈയിടരുത്. സ്നേഹം മനസ്സിലാക്കി എന്തിനാന്നുള്ളത്. നീ നമ്പർ ഇറക്കായിരിക്കുന്നുണ്ടാ? അങ്ങോട്ട് മാറിയിരുന്നോ? എന്താ എങ്ങനെ പറയില്ല, തേങ്ങയിൽ ആര് വെള്ളം നിറയ്ക്കും പറയണ പോലെ തണ്ണിമത്തനിൽ ആര് വെള്ളം നിറച്ച്. ഞങ്ങളുടെ അവിടെ അമ്പകുന്ന് നേർച്ച തുടങ്ങി പറഞ്ഞില്ലേ. ഇനി ഈ ഇവിടുന്ന് ഈ കനാലിന് അമ്പകുന്ന് എത്തോളം ഉണ്ടാവും. എന്തെന്നെ ചേർക്കും പറഞ്ഞാലും ഇതില് കുരു കളയണോ? അയ്യോ ഇത് കയ്യില് പൊട്ടിയല്ലോ. കയ്യിലും പൊട്ടിച്ചോ?
അമ്മ അനിയേട്ട കയ്യിലും പൊട്ടിച്ചേക്കണോ? കയ്യിൽ ഇതാണ്ട് തീരെ പേരല്ല പൊട്ടി. എത്ര എന്ത് എന്ത് നല്ല വെയിലില്ലേ, നല്ല നല്ല വെയിൽ ചൂടുള്ള സമയത്തേ നല്ല ഐസൊക്കെ ഇട്ടിട്ടേ ഇതേപോലെ അങ്ങനെ ഉണ്ടാക്കിയല്ലേ എന്ത് രസമായിരിക്കും കുടിക്കാൻ. ഏട്ടാ ഇപ്പൊ സർവത്ത് ഉണ്ടാക്കി വെച്ചപ്പോ ഈ സർവത്ത് തീർന്ന കണ്ടോ? തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അതാണ് ചേട്ടാ ഇനി കൂട്ടാൻ വിളമ്പാന് കയ്യിലും പൊട്ടിച്ചില്ലേ? കൂട്ടാൻ വിളമ്പണ്ട, ഇത് നോക്കിയൊക്കെ ക്ലാസ് എടുത്തോണ്ട് ഒഴിച്ചാൽ മതി. കൂട്ടാൻ തന്നെയല്ലേ, വേറെ നല്ലല്ലോ. അല്ല ഒരു കാര്യം ചെയ്യ്, എവിടേക്ക് കുഞ്ഞിനെ എവിടേക്ക് ഐസ് വാങ്ങാനൊക്കെ പോട്ടെ. ഈ ഒരു കാര്യം ചെയ്യ്, ഒരു തേങ്ങ വിളിച്ച. തേങ്ങ പൊളിച്ചത് അവിടെ ഉണ്ടല്ലോ. ഇനി പൊളിക്കണോ? പൊളിച്ച പോരെ? ഓ പൊളിക്കണ്ട, പൊളിച്ചെടുത്ത് തേങ്ങ ചെറുക് ചെറുക്. ഇതെന്ത് തേങ്ങ തരുവിയൊക്കെ ഡെയിലി? തേങ്ങ മാത്രല്ല, ഇതിപ്പോ ഒരു സംഭവമാണത്. വേണ്ട, നമുക്ക് തണ്ണിമത്തം മാത്രം മതി. പക്ഷെ ഈ തണ്ണിമത്തലിൽ ഒരുപാട് കുരു ഇല്ല കേട്ടോ. മറ്റേ വേറൊരു തണ്ണിമത്തൻ ചിലത് കിട്ടുമ്പോ നല്ല എങ്ങനെ എടുക്കുക? ഇത് തണ്ണിമത്തം നമ്മളെ ഊക്കം പറ്റിക്കലേ പറ്റിച്ചോണ്ട് കിടക്കാൻ. ഇത് തണ്ണിമത്തം മൂത്രമൊന്നുമില്ലോണ്ട് അല്ലേ? ഇത് മധുരം ഉണ്ടായിരുന്നോ? ഓ മധുരമൊക്കെ ഉണ്ട്. ഏട്ടൻ കഴിച്ചു നോക്ക്. എന്താ ഞാനേ ഇതേപോലെ ഒരു ന്യൂസ് കണ്ടതാട്ടേട്ടാ. അത് തണ്ണിമത്തനേ ഞാൻ മറ്റേ കറുത്ത കുരുള്ള തണ്ണിമത്തനൊക്കെ പച്ച കളറ് മഞ്ഞ കളറിലൊക്കെ തണ്ണിമത്തം വരാൻ തുടങ്ങിട്ടോ. പച്ച കളറിലുള്ളതും മഞ്ഞ കളറിലുള്ളതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്നോണ്ട് വരാൻ തുടങ്ങിട്ട്. പിന്നെ കാട്ടുമുക്കിലിട്ടൊന്നും അറിയണ്ടേ? പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ കുഞ്ഞുണ്ണി കാട്ടുമുക്കിലിട്ടൊന്നും അറിയണ്ടേ? ഏട്ടാ ഒരു കാര്യം പറയട്ടെ. 2 പെൺകുട്ടികളെ കോളേജ് വിട്ടു വന്നിട്ട് തണ്ണിമത്തന്റെ ജ്യൂസ് ഇല്ലേ ഉണ്ടാക്കി വിറ്റിട്ടില്ലേ വരുമാന മാർഗം നേടണോന്ന് പറഞ്ഞിട്ട് എന്താ കോട്ടയോ എവിടെയാണ് ന്യൂസ് കണ്ടു. 2 പെൺകുട്ടികള് ഒക്കെ PGക്ക് പഠിക്കുന്ന പെൺകുട്ടികള് റോഡ് സൈഡില് എന്താ പൈസ ഇല്ലാണ്ട് 30 രൂപയ്ക്ക് അത്ര ഫസ്റ്റ് തണ്ണിമത്തം വാങ്ങിയത്. എന്നിട്ട് തണ്ണിമത്തം വാങ്ങി എന്താ ഇപ്പൊ ഒരു ദിവസം 3000 രൂപ 2 ആൾക്കും പാടെ കിട്ടുന്നുണ്ട്. എന്തേ നമുക്ക് ഇവിടെ ഒരു വെട്ടിക്കട തുടങ്ങിയാലോ? അങ്ങനത്തെ കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം അതിന് കിട്ടേ. അതിനല്ലേ കഷ്ടപ്പെടുന്നു. കഷ്ടപ്പെടുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിനാണല്ലോ കഷ്ടപ്പെടുന്നത്. അല്ല അതൊരു ഭയങ്കര ഒരു സംഭവം അല്ലേ പെൺകുട്ടികള്? കാരണം ഇന്നത്തെ നമ്മള് കുട്ടികളൊക്കെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളല്ല, അവരൊക്കെ നല്ല ഉയരുന്ന ആൺകുട്ടികളാണ്. കാരണം നല്ല നമ്മുടെയൊക്കെ പോലെ പെൺകുട്ടികളാന്ന് പറഞ്ഞിരിക്കുമ്പോഴില്ല. കാരണം എന്താ നമ്മളൊക്കെ പുറത്തിറങ്ങുമ്പോ ഓ ഇന്നോരെന്താ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക, ഇവരെന്താ ചിന്തിക്കാന്നൊക്കെ വിചാരിക്കില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കാണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത്? പക്ഷെ നല്ല എന്താ കരുതുക എന്നുള്ളത് ആരോഗ്യത്തിന്റെ കാര്യമില്ല. എന്താ എന്റെ ഇതൊക്കെ റെഡി കേട്ടോ. ഞാൻ നിന്നെ കാത്തിക്കാണ്. ഞാൻ ഇത് എന്താ ചെയ്യണ്ട്? തേങ്ങ ചെറിയിട്ട് അതിലിടുക? തേങ്ങ ഇതിൽ ഇടില്ല, പാലാക്കണം. പാലോ? തേങ്ങ പാലെടുക്കണം. മിക്സിയിൽ അരച്ചെടുത്താ പോരെ? എന്തെങ്കിലും പാലായിട്ട് കിട്ടിയാൽ മതി. നമ്മള് തേങ്ങാപ്പാല് എടുത്തേട്ടോ. അപ്പൊ തേങ്ങാപ്പാല് റെഡിയല്ലേ? തേങ്ങാപ്പാല് ആയിട്ടോ. ഫുള്ളായിക്കോട്ടെ. എന്ത് കുത്തിപ്പിഴിഞ്ഞും കൂടെ അരിച്ചെടുത്ത കുഞ്ഞു വത്സരമ്മയുടെ അവിടെ പോയിട്ട് ഐസും കട്ട വാങ്ങിട്ട് വാടാ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു കളർഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടല്ലോ. നോക്കട്ടെ, ആവുമെന്നൊക്കെ അറിയില്ല. ഇതൊക്കെ സംഭവങ്ങളൊക്കെ വരുമ്പോ ആവേണ്ടതാണ് എന്റെ കണക്ക് പ്രകാരം. നല്ല കളറില്ലേ കുഞ്ഞുണ്ണി? മിൽക്ക് മെയ്ഡ് കൂടി. എന്റെ അപ്പോ ആവേശം കൂടിപ്പോയി ഏട്ടാ. നമ്മള് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത്യാവശ്യം മധുരം ഉണ്ട്. മിൽക്ക് മെയ്ഡിന്റെ മധുരം ഞാന് കുട്ടികൾക്ക് മധുരം കുറച്ചും കൂടി വേണ്ടേന്ന് വിചാരിച്ചിട്ട് മധുരം ഇല്ലെങ്കിലും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഉണ്ട്. മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി ഉണ്ട്. വെച്ചെടുക്കല്ലേ?
ഒഴിച്ചോ. എന്താ ഏട്ടാ, ഒരാൾക്ക് വല്ല തടസ്സം ഉണ്ടെങ്കിലേ ഈ ഇതെന്തിനാ മാറ്റി വെച്ചെന്ന് അറിയില്ലല്ലോ. ഞാനത് നാളെ അവില് കൂട്ടി കഴിക്കാ വിചാരിച്ചു. അത് അവര് കൂട്ടിയിട്ട് എനിക്ക് കഴിക്കാം. നമുക്ക് വേറൊന്ന് ഭാഗം ആർക്കെങ്കിലും ഇഷ്ടണ്ടോ ഈ നല്ല അവിലില്ലേ, അവിലിൽ കൂടെ നനച്ചിട്ട്. ഭാഗമാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. സമ്പത്ത് ആ സ്പൂൺ എന്നിട്ട് കുഞ്ഞുണ്ണിയൊക്കെ ഇത് കൊതി വന്നിട്ടായിരിക്കും. ഇതിന്റെ കളറ് കണ്ടോ, കളറ് കണ്ടോ അല്ലേ കുഞ്ഞുണ്ണി? ശരിക്കും നോമ്പൊക്കെ അല്ലേ വരുന്നത്. നോമ്പ് സമയത്തും അതേപോലെ പണി മാറ്റിയിട്ടൊക്കെ ഏട്ടന്മാരൊക്കെ വരുമ്പോഴൊക്കെ അല്ലേ, വിരുന്നുകാരൊക്കെ വരുമ്പോ നമുക്ക് ഉണ്ടാക്കി വേഗം കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ പറയാ തണ്ണിമത്തൻ. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അല്ലേ? ഇങ്ങനെയുണ്ട്. കുഞ്ഞുണ്ണി പറഞ്ഞു കേട്ടോ, പായസാണ് അത്. ഇതിനി ഇളക്കും 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 ഇളക്കും. മധുരം കുറവാ ലേറ്റു ഇളക്ക്. മധുരം നല്ല വേണം. തണ്ണിമത്തനെ കൊണ്ട് മധുരയിലേക്ക് ഈ പഞ്ചസാര വല്ലാണ്ട് കഴിക്കണം. അതുകൊണ്ടല്ല, തണ്ണിമത്തം മധുരമില്ല, അതുകൊണ്ടാണ്. ക്ലാസ് ഇനിയാണ് പരിപാടി. കഴിഞ്ഞോ? അപ്പൊ ഓരോന്നിട്ട് കൊടുത്താൽ മതി. ഇത് തന്നെ ഇരുന്നോട്ടെ, തണുപ്പും കൊണ്ട് വന്നോട്ടെ. പണി മാറ്റി സരിയേട്ടൻ വരുമ്പോഴൊക്കെ അത് കളയും. ഇത് കഴുകി കളയൊന്നും വേണ്ട, കഴിക്കാം. വെള്ളം കളയണ്ട. അടിപൊളി അടിപൊളി. ചെറിയ ഇതും കൊണ്ട് ഇളക്കിയിട്ട് എന്താ ഒറ്റ 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് തണുപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് ഉഷാറായി. ഇത് മേത്തൊക്കെ പിടിക്കട്ടെ തണുപ്പ്. അര ക്ലാസ് പോലെ എല്ലാവർക്കും എല്ലാവർക്കും എടുക്കട്ടെ. കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾക്ക് തരേ. 8 മിനിറ്റ് അതൊക്കെ നിറച്ച് വെക്കട്ടെ. ചന്ദ്രനെ നോക്കട്ടെ കേട്ടോ. കുപ്പി ക്ലാസ് വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ചന്തണ്ടോ? അതൊക്കെ ഏട്ടാ, നല്ല തേങ്ങാപ്പാലിന്റെ ഒക്കെ മെയ്ഡിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അച്ചൂനോ കുട്ടികൾക്ക് കൊടുക്ക്. കുഞ്ഞനെ കുഞ്ഞിനെ എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞ് ക്ഷമ തെറ്റ. എന്താണ് അമ്മേ വരും. സുകന്യേ എവിടെ? അമ്മയുടെ ഇതാണോ അമ്മ? ക്ലാസ് അമ്മയ്ക്ക് ക്ലാസ് എടുക്കാറില്ലേ? ക്ലാസ് എടുക്കാറില്ലേ? കളിയൊക്കെ ആണല്ലോ കേട്ടോ. അവര് അമ്മാന്ന് വിളിക്കില്ല, അമ്മാന്ന് വിളിക്കുള്ളൂ. കുറച്ച് മതി. ഷുഗറും നിങ്ങള് മരുന്നൊക്കെ ഉണ്ടല്ലോ ദിവസം. ഷുഗറിന്റെ മരുന്ന് 2 നേരം എന്തിനും കുടിക്കുമ്പല്ലേ? സെറ്റാണ് കേട്ടോ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ നോമ്പ് സമയത്ത് അതേപോലെ പറയുമ്പോ ഞാൻ അതാണ് എന്തോ പറയാൻ വിട്ടല്ലോ. നോമ്പ് സമയത്തൊക്കെ എന്താ ഇങ്ങനെ പറയാ, നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ വേഗല്ലേ നമ്മുടെ ഉള്ളില് ഊപ്പാടാളൊക്കെ ഇരിക്കും. അപ്പൊ കുടിക്കാനും പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മള് വൈകുന്നേരത്ത് പണി മാറ്റിയിട്ടൊക്കെ വരുമ്പോഴും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ അല്ലേട്ടാ അടിപൊളിയാണ് പറഞ്ഞല്ലേ. എന്താ നമ്മുടെ തേങ്ങാപ്പാലായതും ഉഷാറ് സാധനം കേട്ടോ. ആ തേങ്ങാപ്പാലിന്റെ നല്ലത് പൊന്തി നിക്കുന്നുണ്ട് അല്ലേ? നല്ല അറിയുന്നുണ്ട്. ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കൂടി ഒപ്പം പിടിക്കുമ്പോ അല്ലേ സംഭവം ഉഷാറാ. കുഞ്ഞുണ്ണി എന്താ ഇങ്ങോട്ട് തന്നെ ഇരിക്കുന്നു? എന്ത് തെറ്റിന്? ഒന്ന് 1 ക്ലാസ് കഴിഞ്ഞ് 2ാമത്തെ ക്ലാസ്സിലാ. എന്നിട്ട് തെറ്റ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരില്ലേ, എന്തായാലും ഉണ്ടാക്കി നോക്കണേ. കാരണം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവൂല ഏട്ടാ. പിന്നെ ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാകും പറയുമ്പോ വയസ്സായവരുടെ കാര്യം പിന്നെ പറയണ്ടോ, അവർക്ക് മധുരം കൂടി ആകുമ്പോ. പിന്നെ എന്താ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മളന്ന് സോപ്പിന്റെ വീഡിയോ ചെയ്തില്ലേ? സോപ്പിന്റെ വീഡിയോ ചെയ്തിട്ട് എന്തായാലും കമന്റ് ഇട്ടിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ സോപ്പ് ഉണ്ടാക്കി നല്ലതാണ്,
ഉണ്ടാക്കി നോക്കി നല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ പലരുടെയും പലതരത്തിലുള്ള സ്കിന്നായിരിക്കും. ഇപ്പൊ എന്റെ പറഞ്ഞാൽ എണ്ണമെഴുക്ക് കൂടുതലാട്ടോ എന്റെ മുഖത്തിന്. പക്ഷെ ഏട്ടന്റെയും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർ ചിലർക്കത് ശരിയാവും, ചിലർക്കത് ശരിയാവില്ല. അത് നമ്മള് ഒരാൾക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരാൾക്കത് ശരിയാവാതിരിക്കൂല കേട്ടോ. നമ്മൾക്ക് ഇപ്പൊ നിങ്ങളെ പറ്റിച്ചിട്ട് ഒന്നും കിട്ടില്ല. ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്കത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിട്ടോ എന്റെ മുഖത്ത് ഇങ്ങനെ നല്ല ഇതിലും കൂടുതൽ കുരു ഉണ്ടായതാണ്. ഇപ്പൊ കുറെ മാറ്റില്ല ചേട്ടാ, കുറേ നല്ല മാറ്റമുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് PCOD ഓരോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരു വരുന്നത്. എന്റെ മുഖത്ത് അങ്ങനെ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്കത് മെസ്സേജ് ഇടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കമന്റ് ഇടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയില്ല, ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു നഷ്ടമാണ്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കുട്ടികൾക്കാണെന്ന് വെച്ചാലും ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. അയാട്ടെ കൊടുക്കട്ടെ, കഴിഞ്ഞു. കുറച്ച് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിലേ അനിയനും വേറൊരു കുട്ടി നിക്കണ്ട് ക്യാമറ പിടിച്ചിട്ട്. ആ കുട്ടിയുടെ കാര്യം മറക്കാൻ പറ്റില്ല. ആ കുട്ടീനെ മറക്കാനേ പറ്റില്ല. ഉണ്ടാക്കി നോക്കണം. ഇതിന് വേറെ എന്തെങ്കിലും ചേർത്ത് ഇനിയും നന്നാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിന്റെ കൂടെ കമന്റ് ആയിട്ട് പറയണം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടാക്കുമ്പോ അവർക്ക് ഒരു പുതിയൊരു അറിവ്, പിന്നെ അതൊരു പുതിയ അറിവാവുമല്ലോ. നമ്മൾ ചെയ്തതന്നെയാണ് ശരി എന്നുള്ളതല്ല, ഇതിനേക്കാളും നല്ലതായിട്ട് ഇനി ഉണ്ടാക്കാൻ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് പറയണം. ഇനി ഒരു സാധനം കൂടി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. നമ്മള് എടുത്തിട്ട് തരാം. എന്താ സംഭവല്ലേ, നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. ഇത് എല്ലാവരും വലിയ സംഭവമായിട്ട് പറഞ്ഞല്ലേ. ഇത് എങ്ങനെയാണ് ആ കളർ നോക്ക്, സുന്ദരി ഡ്രാഗൺ ഫ്രൂട്ട്. അതെ, ഇതും കൊണ്ട് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞു. ഞാൻ ഇന്നലെ കൊണ്ടുവന്നപ്പോല്ലേ കുട്ടികൾക്ക് എടുത്തു വെച്ചാട്ടോ. നമ്മള് ചൂട് ഇതാ ഇതില് അയ്യ കഴിക്കില്ലാന്നോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇതില്ലാണ്ട് അരിഞ്ഞിട്ട് കളർ വേണ്ട എന്നാ കഴിച്ചു നോക്ക്. ഇതിന്റെ ടേസ്റ്റ് എന്താ സംഭവം എന്ന് അറിയണ്ടേ. നമ്മള് വെള്ളം ഒന്ന് വാങ്ങിട്ട് ആർക്കും ഇഷ്ടായില്ല കേട്ടോ. ഈ കാണുന്ന ഭംഗി തന്നെയുണ്ടോ, മൊത്തത്തിൽ കഴിക്കുമ്പോഴേ ഒരു വളുവളുക്കുന്ന സാധനം, വല്ലാത്തൊരു വളുവളുക്കുന്ന സാധനം. വായ കേട്ടത് നോക്ക്, കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന്. ഇതിങ്ങനെ തിന്നാൻ നന്നല്ല, ജ്യൂസ് അടിച്ച് കുടിക്കാൻ മാത്രം നന്നല്ലോ. അതെ, അമ്മ അറിയണം ഇതൊന്നിക്ക് വേണ്ട, അതങ്ങനെ തിന്നാൻ പറ്റില്ല. ഇത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. പക്ഷെ അത് ജ്യൂസോ ഷെയ്ക്കൊക്കെ അടിച്ചു കുടിക്കുമ്പോ വേണ്ടാന്ന്. അപ്പൊ അത് പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞ വെച്ചാ അതൊന്നും വീഡിയോ എടുക്കണില്ല. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അല്ലേട്ടാ. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയൊരു പറ്റുമെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.